കേരളത്തിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് കണക്കാക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ദിവസമാണിന്ന്. ഈ ഫലം വളരെ ഇപ്പോൾ ഏതാണ്ട് ഫലം എല്ലാം തന്നെ വ്യക്തമായി കഴിഞ്ഞു. LDF അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന CPMൻ്റെ നേതൃത്വത്തിലുള്ള LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായ UDF വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. സിറ്റി നഗര കോർപ്പറേഷനുകൾ മുതൽ പഞ്ചായത്തുകൾ വരെയുള്ള എല്ലാ മേഖലകളിലും UDF വ്യക്തമായ മേധാവിത്വം നിലനിർത്തുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ ആദ്യമായി BJP അധികാരത്തിലെത്തുമെന്ന ഒരു സൂചനയാണ് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഈ വിഷയമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയമായ വിവക്ഷകൾ എന്തായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എന്നോടൊപ്പം ചേരുന്നത് KJ ജേക്കബും ശ്രീകുമാർ മനയിലുമാണ്. എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ കാണുന്നത്? ഇത് എനിക്ക് മനസ്സിലാകുന്നത് ഈ പിണറായി വിജയൻ്റെ ഭരണത്തെ പലപ്പോഴും മാധ്യമങ്ങളും CPM കേന്ദ്രങ്ങളും ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയൊരു അസംതൃപ്തി ഈ ഭരണത്തോടുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് ശബരിമല പോലുള്ള വൈകാരികമായ വിഷയങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഫലനം ഉണ്ടാക്കിയെന്നുള്ള യാഥാർത്ഥ്യമാണ്. വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകളെ വച്ചിട്ട് അത്തരം വൈകാരിക വിഷയങ്ങളെ മറയ്ക്കാനും അതുവഴി CPMൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടാതിരിക്കാനും ഒരു കളി CPM കളിച്ചിരുന്നു. കാരണം ഇദ്ദേഹം പറഞ്ഞ പോലെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാതെ മറ്റ് പലതും മുന്നോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങൾ കൂടെ നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു പിണറായി വിജയനും CPMനും. അത് തകർന്നുപോയി. കാരണം രാഷ്ട്രീയപരമായിട്ട് CPM ജനങ്ങളെ അഭിമുഖീകരിച്ചെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആഴം അവർക്ക് അളക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വികാരമില്ലെന്നും ഈ കൊടുക്കുന്ന 3000 രൂപയുടെ പെൻഷനും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും പിണറായി വിജയൻ ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്ന വലിയൊരു ലാർജർ ദാൻ ലൈഫ് ഇമേജും കൊണ്ട് CPMന് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്നും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടാകുമെന്നൊക്കെ ഇവർ വൃഥാ വിശ്വസിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ജനങ്ങൾ കൃത്യമായിട്ട് ഈ സർക്കാരിനെ വിലയിരുത്തുന്നുണ്ടായിരുന്നു. ജനങ്ങളുടെ വിലയിരുത്തലിൽ ജനങ്ങളുടെ റഡാറിൽ നിന്നും ഒരിക്കലും ഈ സർക്കാരിനെ അകന്നു പോകാൻ അവർ സമ്മതിച്ചില്ല. പക്ഷേ സർക്കാരാകട്ടെ CPM ആകട്ടെ ജനങ്ങളെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ഉപകരണമാക്കി അവർ കരുതി. പക്ഷേ ജനങ്ങൾ അങ്ങനെയല്ല. കൃത്യമായി ഓരോ സർക്കാരിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഓരോ സ്റ്റെപ്പും അവർ കൃത്യമായി വിശകലനം ചെയ്തിരുന്നു. തങ്ങൾക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷനുകൾ മാത്രമല്ല ഈ സംസ്ഥാനമെന്നും ഇപ്പോൾ ശ്രീ ജേക്കബ് പറഞ്ഞ പോലെ രാഷ്ട്രീയം അതിൽ പ്രധാനമാണെന്നും ഇടതുപക്ഷത്തിൻ്റെ ആ സെക്യുലർ ക്രെഡൻഷ്യലിനെ പണയം വെച്ചുകൊണ്ടുള്ള അവർ കളിക്കുന്ന രാഷ്ട്രീയം അതിനെ ജനങ്ങൾ സംശയത്തോടു കൂടി നോക്കാനും തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ കൃത്യമായിട്ട് ഈ ഭരണവിരുദ്ധ വികാരം ഇതുപോലെ ശബരിമല പോലുള്ള വിഷയങ്ങൾ, കാരണം ശബരിമല എന്നുള്ളൊരു സംഭവത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ജാതി മത വർഗഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ശബരിമല. അത് ഒരു ദശാബ്ദങ്ങളായിട്ട് അങ്ങനെയാണ്. നമ്മൾ ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ ക്രൈസ്തവ വിശ്വാസിയായാലും മറ്റേ ഇസ്ലാം മത വിശ്വാസിയായാലും അവർക്കൊന്നും അതിനെക്കുറിച്ച് അങ്ങനെ കുഴപ്പങ്ങളില്ല. കാരണം അതൊരു ഒരു ഒരു അങ്ങനെ എല്ലാവർക്കും ഒത്തുചേരാൻ പറ്റുന്നൊരു സംഭവമല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അപ്പോൾ ആ രീതിയിലുള്ളൊരു മനോഭാവമായിരുന്നു അവർക്ക്. അപ്പോൾ ശബരിമലയെ വെച്ച് രാഷ്ട്രീയം കളിക്കാൻ ആദ്യം 2018 സുപ്രീം കോടതി വിധിയോടെ പിണറായി തീരുമാനിച്ചു. അന്ന് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിധിയെ കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കുകളെ ഡിവൈഡ് ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ചു. അപ്പോൾ പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഈ വർഗീയത കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹത്തിന് അയ്യപ്പ സംഗമം നടത്തേണ്ടി വന്നത്. പിന്നെ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായപ്പോൾ അതിന് CPM ഉത്തരം പറയേണ്ടത് വെച്ചാൽ ഈ ശബരിമല അന്ന് കുളത്ത് അവിടെ കിടക്കണം ഇപ്പോഴും. അതേസമയം അന്ന് സുപ്രീം കോടതി വിധി വന്നു, ശരിയാണ്, ആ വിധി നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ അന്വേഷിക്കും. അതേസമയം ജനങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ വിശ്വാസികൾക്കിടയിലോ പ്രതിഷേധങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാക്കാതെ എല്ലാ വിഭാഗങ്ങളും ചർച്ച ചെയ്ത് ഇപ്പോൾ മറ്റേ യാക്കോബ ഓർത്തഡോക്സ് തർക്കം പോലെ എല്ലാ വിഭാഗങ്ങളോട് ചർച്ച ചെയ്ത് സർക്കാർ അത് പരിഹരിക്കും. ഇത് രാഷ്ട്രീയമായി മുതലെടുപ്പ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ആ വിഷയം അവസാനിക്കുമായിരുന്നു. പക്ഷെ അതിന് പകരം എന്ത് ചെയ്തു? ആ സമയത്ത് സ്ത്രീകളുടെയും മറ്റേ സെക്യുലറിസ്റ്റിൻ്റെയും ചാമ്പ്യനാവാൻ ശ്രമിച്ചു. പിന്നെ അത് പാളിയെന്ന് കണ്ടപ്പോൾ വീണ്ടും അദ്ദേഹം അയ്യപ്പ സംഘമായിട്ട് രംഗത്ത് വന്നു. അങ്ങനെ ഇതെല്ലാം ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. അപ്പോൾ എന്ത് കയ്യിൽ നിന്ന് പിടിഞ്ഞു നിൽക്കാതെ പോയി. അതാണ് ഈ കഴിഞ്ഞ ഇപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെ ഇപ്പോൾ കോട്ടയത്തും പത്തനംതിട്ടയിലും കൊല്ലം പോലുള്ള ഈ വലിയ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലൊക്കെ പറ്റിയത് തന്നെയാണ്. തിരുവനന്തപുരത്ത് ആ വിഷയം BJPക്ക് അനുകൂലമാവുകയും ചെയ്തു.
അപ്പോൾ ഇത് ഈ കയ്യിൽ നിന്ന് ഈ സംഭവം വിട്ടുപോകും എന്നുള്ളത് ഇവർക്ക്, കാരണം വർഗീയത, ജാതി, മത, സമുദായം എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല പെട്ടെന്ന് കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. ചെറിയ ചെറിയ വിഷയങ്ങളോട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ചെടുക്കാത്ത എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ ഒരു അനാവശ്യമായ റിസ്ക് ആയിരുന്നു ശബരിമല വിഷയത്തിൽ ആദ്യം മുതലേ ഈ മുഖ്യമന്ത്രി എടുത്തുകൊണ്ടിരുന്നത്, CPM എടുത്തുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ അവർക്ക് വലിയ തിരിച്ചടി സമ്മാനിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലെല്ലാം ഉപരി CPMൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ജനങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. കാരണം വീണ്ടും ഭരണം പിടിക്കുക എന്നത് കവിഞ്ഞൊരു രാഷ്ട്രീയം CPMനില്ല. അത് അല്ലെങ്കിൽ BJP നേരിടുന്ന വിഷയത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുത്വ ശക്തികളെ നേരിടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ കമ്മ്യൂണൽ ഫോഴ്സിനെ, എല്ലാ കമ്മ്യൂണൽ ഫോഴ്സിനും നേരിടുന്ന വിഷയത്തിൽ CPMന് പണ്ടുണ്ടായിരുന്നു എന്ന് ജനങ്ങൾ കരുതിയ ആത്മാർത്ഥത അവർക്ക് ഇപ്പോഴില്ല എന്ന് മനസ്സിലായപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഞാൻ അടിവരായിട്ട് പറയുന്നു, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബ്ലോക്കായിട്ട് CPMനെ തിരിഞ്ഞു. അതാണ് കോൺഗ്രസ്സിന് കിട്ടുന്ന വോട്ടിൻ്റെ ഈ പെർസെൻറ്റേജ് ഓഫ് ആ ഡിഫറൻസ്. കോഴിക്കോട് പോലെ സ്ഥലങ്ങളിൽ, കണ്ണൂർ പോലെ സ്ഥലങ്ങളിൽ, വയനാട്, മലപ്പുറം, അതുപോലെ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലും കൂടെ പ്രതിഫലിക്കുന്നത് ഈ ന്യൂനപക്ഷ ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വലിയ പിന്തുണ UDFന് UDF തിരിച്ചു വരാൻ ആരംഭിച്ചു എന്നുള്ള സൂചന കൂടിയാണ് ഈ ഇലക്ഷൻ്റെ ഫലം നൽകുന്നത്. LDFനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടി കിട്ടിയെന്നുള്ള വസ്തുതയാണ്. പക്ഷേ അതിന് വേറൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഇതങ്ങനെയല്ല. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഗ്രാമസഭകളിൽ ഇപ്പോൾ 60% പഞ്ചായത്തുകൾ ഭരിച്ചിരുന്ന LDF ഇപ്പം നേരെ തിരിച്ചായി. അത് UDFും LDFും തമ്മിലുള്ള സിറ്റുവേഷൻ ഏകദേശം തിരിച്ചായി. BJPക്ക് അവർ നേരത്തെ ഭരിച്ചിരുന്ന പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടു. മിക്കവാറും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. പക്ഷേ അവർക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. വോട്ടിംഗ് ഷെയറിൽ അവർക്ക് കൂടുതലുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് അപ്രതീക്ഷിതമെന്ന് പറയാവുന്ന തരത്തിൽ കാരണം കേരളത്തിലെ കോൺഗ്രസ് വലിയ പ്രശ്നത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നിട്ടും ജനങ്ങൾ അവരെ വിശ്വസിച്ചു, അല്ല അവർക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് അത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ടല്ല എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് LDF പോളിറ്റിക്സിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കാണുന്ന ഒരു കാര്യം, ഒരു സർക്കാർ എന്ന നിലയ്ക്ക് കേരളത്തിലെ LDF സർക്കാരിന് പലതിലും ഇത് കൂടുതലൊന്നും ചെയ്യാനില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഭരണത്തിൻ്റെ കുറിച്ചുള്ള ഏതെങ്കിലും നേരിട്ടുള്ള വിലയിരുത്തലാണ് എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷനൊക്കെ അതിഗംഭീരമായ ഇതുപോലെ കാണാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു കോർപ്പറേഷനാണ് കൊച്ചി കോർപ്പറേഷൻ. ആ കോർപ്പറേഷൻ ദയനീയമായിട്ട് തോറ്റിരിക്കണം. അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പാറ്റേൺ വളരെ കൃത്യമാണ്. LDF എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം എപ്പോഴെങ്കിലും ചിന്തിച്ച് തുടങ്ങിയിരുന്നു ഈ ഭരണത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് പോളിറ്റിക്സ് എന്ന്. അതിപ്പം LDF മനസ്സിലാക്കണം. അങ്ങനെയല്ല. രാഷ്ട്രീയത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഭരണത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് അല്ല രാഷ്ട്രീയം. ഞാനത് പറയാൻ കാരണം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ PM ശ്രീ അത് ഒപ്പിട്ടപ്പം അതിനകത്ത് പറഞ്ഞ ന്യായീകരണം എന്നുള്ളത് ഈ PM ശ്രീ വഴി PM ശ്രീയുടെ പണവും അതുപോലെ തന്നെ SSKയുടെ സർവശിക്ഷാ അഭിയാൻ്റെ പണവും നമുക്ക് കിട്ടാതിരുന്നാൽ പിന്നെ നമുക്ക് ശമ്പളം കൊടുക്കാൻ പണം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം ഭരണം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രൈമറി തിങ്. അതിൻ്റെ അകത്ത് RSSൻ്റെ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്നു എന്ന് തലേ ദിവസം വരെ LDFകാർ പറഞ്ഞുകൊണ്ടിരുന്ന വാസ്തവമാണത്. ഒരു സമ്പ്രദായത്തെ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം എന്നൊരു തോന്നൽ LDFനുണ്ടായി. അത് LDFനല്ല CPMനാണ് ഉണ്ടായത്. CPM അത് ഇടപെട്ടത് കൊണ്ട് അതിൻ്റെ അകത്ത് CPMന് അതുണ്ടായി. അതുപോലെ തന്നെ ഒരു കാര്യമാണ് കേരളത്തിൽ വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാനിത് എനിക്കറിയാവുന്ന CPM നേതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്റ്റോക്ക് മറുപടി എന്നുള്ളത് ഒരു സമുദായത്തെ മുഴുത്ത നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത് CPM ഇനിയെങ്കിലും അവരുടെ ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. അതായത് CPM മാത്രമല്ല, ഇടതുപക്ഷ മതനിരപേക്ഷ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറഞ്ഞുകൊണ്ടിരുന്നത്, കോൺഗ്രസിനോട് ഉത്തരേന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങൾ ഒരു കാരണവശാലും സോഫ്റ്റ് ഹിന്ദുത്വ പൊളിറ്റിക്സ് കളിക്കരുത്, മതം അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, നിങ്ങളത് കളിക്കരുത്, അത് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ B ടീമായി മാറും, A ടീം അവിടെ ഉണ്ടെന്നുള്ളത്. കേരളത്തിൽ ഇത്തരം ഒരു വിവക്ഷ അത് അറിഞ്ഞോ അറിയാതെയോ ഇത് വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹം പറയുന്ന അങ്ങേയറ്റ വർഗീയ വർത്തമാനവുമായി LDFന് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ട്രക്ക് ഉണ്ടാകാൻ വേണ്ടി പാടുള്ളതല്ല. മാറ്റി നിർത്താനുള്ള ധൈര്യം LDFനില്ലാതെ പോയി. കാരണം അതിൻ്റെ അകത്തുനിന്ന് വോട്ട് കിട്ടിയാലോ എന്നുള്ള അവരുടെ സെക്യുലർ അതേ നടക്കൂ. ലെഫ്റ്റ് ഡെമോക്രാറ്റിക് സെക്യുലർ പൊളിറ്റിക്സ് മാത്രമേ LDFന് കേരളത്തിൽ വിൽക്കാൻ പറ്റൂ. നിങ്ങൾ എങ്ങനെയൊക്കെ ഭരിച്ചാലും ആ പൊളിറ്റിക്സിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തെന്ന് തോന്നിയാൽ
നിങ്ങളുടെ വോട്ട് പോകുന്നു മാത്രമല്ല, നിങ്ങൾ ആരെ എതിർക്കാൻ വേണ്ടി യുവർ റൈസൺ ഡിയത്ര എന്ന് പറയും, നിങ്ങൾ എന്തിനാണ് അവിടെ ഉള്ളതുള്ള വർഗീയ രാഷ്ട്രീയം അതിൻ്റെ മുഴുവൻ മുതലെടുക്കും. അതുകൊണ്ട് ഭരണം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കേരളം ഭരിച്ചിട്ടുള്ള ഏറ്റവും നല്ല സർക്കാരുകളിലൊന്നാണ് ഇപ്പോഴത്തെ സർക്കാർ. പക്ഷേ ഭരണം മാത്രമല്ല മനുഷ്യരെ സംബന്ധിച്ച് പ്രശ്നം, മനുഷ്യരെ സംബന്ധിച്ച് രാഷ്ട്രീയവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ നിങ്ങൾ രണ്ടുപേരും വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം, വളരെ രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയാണ് LDF പ്രത്യേകിച്ച് CPM നേരിട്ടതെന്നുള്ളത്. അതിൽ CPM അല്ലെങ്കിൽ LDF അവരുടെ പ്രഖ്യാപിതമായ രാഷ്ട്രീയ നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും ആ സമീപനം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കാണും. പ്രത്യേകിച്ച് ഈ പറയുന്ന വളരെ ജേക്കബ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശികമായ നിലയിൽ വളരെയധികം സ്വാധീനമുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഈ പ്രകടമായിട്ടുള്ളതെന്ന് പറയും. അപ്പോൾ ഈ രാഷ്ട്രീയമായ തിരിച്ചടിയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് ഒരു പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങൾ വരുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് തന്നെ പറയുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു ട്രെൻഡ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ കിട്ടിയ ഒരു ജനറൽ ഇതനുസരിച്ചിട്ട് പല സ്ഥലങ്ങളിലും ലോക്കൽ തലങ്ങളിൽ CPM 3-ാം സ്ഥാനത്താവുകയും BJP 2-ാം സ്ഥാനത്താവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. ഇപ്പം ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർ ഭരിച്ചിരുന്നവർക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിലും ഓവറാളായിട്ട് അവർക്ക് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു നിലയിൽ നോക്കിയിട്ട് പറയാൻ പറ്റുന്നൊരു സ്ഥിതിയുണ്ട്. ഇത് ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരിക്കും വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാക്കുക? ഒരു ഭാഗത്ത് ന്യൂനപക്ഷങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ട്രെൻഡ് വരുന്നുണ്ട്, മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു ട്രെൻഡ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്തായിരിക്കും? ശ്രീകുമാർ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. ഈ ജാതി മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ഏത് ഗെയിമും വളരെ സൂക്ഷിച്ച് ഇടതുപക്ഷത്തിന് കളിക്കാൻ പറ്റും. ശ്രീകുമാർ പറഞ്ഞതോട് എൻ്റെ എതിർപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശബരിമലയിൽ ഇടതുപക്ഷം കളിക്കാൻ നോക്കിയതല്ല, കളിക്കാൻ നോക്കിയത് മുഴുവൻ വലതുപക്ഷ ശക്തികളാണ്. ഒരു സുപ്രീം കോടതി ഉത്തരവ് വന്നു, എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. കോൺഗ്രസും BJP RSS അടക്കം അതിനെ അത് നടപ്പിലാക്കും എന്ന് പറഞ്ഞു. അത് നടപ്പിലാക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തമേ പിണറായി വിജയൻ ചെയ്തുള്ളൂ. പിന്നെ ഈ എതിർപ്പുകൾ സുവർണാവസരമാക്കി കോൺഗ്രസും BJP മാറ്റി എന്നുള്ളതാണ്. അവിടെ BJP CPM ഒരു പൊളിറ്റിക്സ് കളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാര്യത്തിലൊക്കെ വളരെ ഒരു മുമ്പോട്ട് പോകുന്ന കേരളത്തിന് പറ്റിയ പൊളിറ്റിക്സ് തന്നെയായിരുന്നു കേരളം കളിച്ചത്. പക്ഷേ ഇപ്പം ആ ഗെയിം മാറി. ഇപ്പം വന്നിട്ട് ഇപ്പം ശബരിമലയിൽ ശ്രീ ശബരിമല എന്ന് പറയുന്ന, ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞതുപോലെ എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന ഒരു ദേവസങ്കല്പം, അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പം വളരെ നാച്ചുറലായി ചരിത്രപരമായി ദേവസ്വം ബോർഡിലെ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പാക്കണം. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ വെക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയ പാളിച്ചയാണ്. ആ പാളിച്ച സംഭവിച്ചിട്ടും അതിന് ഉത്തരവാദികളായ ആളുകൾ അറസ്റ്റിൽ ജയിലിലായിട്ടും കഴിഞ്ഞ ദിവസം അയാളുടെ ജാമ്യാപേക്ഷ വന്നു കഴിഞ്ഞപ്പം പ്രോസിക്യൂഷൻ പറഞ്ഞത് അയാളാണ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയെന്ന് പറഞ്ഞു. അയാളിപ്പോഴും പാർട്ടിക്കാരനായിട്ട് തുടരുകയാണ്. കോൺഗ്രസ്സുകാർക്ക് വൃത്തികേട് കാണിക്കാൻ ഒരു അനുവാദമുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തു വെച്ചത് സാധാരണഗതിയിൽ നമ്മൾ പലതരത്തിലുള്ള സെക്ഷൽ സ്കാൻഡൽസൊക്കെ കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല ഇത് നമ്മൾ കേൾക്കുന്നത് പരാതികളുടെ രൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ചെയ്യാത്തൊരു കാര്യമാണ്. കോൺഗ്രസ്സുകാർ അയാളെ തൂക്കി വെളിയിലോട്ടിട്ടു. നേതൃത്വമെങ്കിലും അതിന് തയ്യാറായി. അതോടുകൂടി കോൺഗ്രസ് അപഭാരത്തിൽ നിന്നും അവർ ഒഴിവായി. അതിനുള്ള ഒരു പൊളിറ്റിക്കൽ സജാസിറ്റി അവർ കാണിച്ചു. ഞാനത് കോൺഗ്രസ് നേതൃത്വത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇവൻ വളർന്നു വരുന്നൊരു വിഷവിത്താണ് എന്നും അവർക്ക് നേരത്തെ അറിയാമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഒരു സമയം വന്നപ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതെടുത്ത് അവർ കൈകഴുകി വൃത്തിയാക്കി. ഇപ്പോഴും CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അയാളാണ് ഈ ശബരിമല നടന്ന ഈ കൊള്ളയിൽ ഒരു പങ്കുണ്ട് എന്ന് പ്രോസിക്യൂഷൻ ഇപ്പോഴും ആരോപിക്കുന്നത്. ഒരു നടപടിയെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റുന്നില്ല എന്നുള്ളത് ഈ പാർട്ടി എന്തെങ്കിലും ഈ പാർട്ടിക്ക് അതിൻ്റെ 5 പൈസയായിട്ടല്ല പൈസ കിട്ടിയത്. ഞാൻ പറയുന്നത് എനിക്കത് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഈ ശബരിമല കൊള്ളയിൽ പാർട്ടിക്ക് എന്തെങ്കിലും പങ്കുണ്ട്. പക്ഷേ പങ്കുണ്ട് എന്ന് സംസ്ഥാന സർക്കാരും അതിൻ്റെ പ്രോസിക്യൂഷനും പോലീസും വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴും പാർട്ടിക്കാരനായിട്ട് തുടരുകയാണ്. ഇത് മനുഷ്യർക്ക് ഇതിൽ വിശ്വാസം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമുണ്ട്. അതായത് PKCC KTDCയുടെ ചെയർമാനായിട്ട് ഇപ്പോഴും തുടരുന്നു. അയാൾ പാർട്ടിയുടെ അംഗം. ഇതിനകത്തൊക്കെ പ്രശ്നമുണ്ട്. അതായത് ഇയാൾ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നില്ല, അയാളെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പ്രതിഷേധിച്ച ആളാണ്. അയാളെ പാർട്ടി പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുത്തുക. അപ്പോൾ പാർട്ടിക്ക് അയാളെക്കുറിച്ചൊരു അസസ്മെൻ്റ് ഉണ്ട്. പാർട്ടിയിൽ കൊള്ളൂല എന്നുള്ള കാര്യം, പക്ഷേ ഇവിടെ കൊള്ളും എന്നുള്ളതായി. ഇപ്പോഴും ഇത്രയും റിപ്പോർട്ടുകൾ വന്നിട്ടും പാർട്ടിയിൽ കൊള്ളാം. ഇത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ
ഭരണമാണ് പ്രധാനം എന്ന് CPM വിശ്വസിക്കുന്നു എന്നൊരു തോന്നൽ മനുഷ്യർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അകത്ത് ഞാൻ ശ്രീകുമാർ പറഞ്ഞനുസരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഇത് അവരുടെ സർക്കാർ എപ്പോഴും സ്ക്രൂട്ടിനി തന്നെ, നിങ്ങൾ ഏത് നില വെച്ച് സ്ക്രൂട്ടിനി ചെയ്താലും, ഇന്ത്യയിലെ ഏത് സർക്കാർ നിലവിലുള്ള ഏത് സർക്കാരോ മറ്റ് സംസ്ഥാനങ്ങളുടെ സർക്കാരുകൾ എടുത്താലോ, കേരളത്തിൽ ഇപ്പോഴുള്ള സർക്കാരും ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരുകൾ, നിങ്ങൾ താരതമ്യമില്ലാത്ത ഭരണമാണെന്ന് ഉറപ്പിച്ച് പറയാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ ഭരണം മാത്രമല്ല പ്രശ്നം, ഭരണം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഈ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ പൊളിറ്റിക്സിൽ എപ്പോഴെങ്കിലും കോംപ്രമൈസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ CPM അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസുകൾ, ഭരണപരമായ കോംപ്രമൈസുകൾ, രാഷ്ട്രീയപരമായ കോംപ്രമൈസ് വരുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാൻ, അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു ജാതി മത സംഘടനയുടെയും ആനുകൂല്യത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് കാരണം ഇത്രയും കാലം BJP രംഗത്തില്ലാത്തത് കൊണ്ട് ചില അഡ്വാൻറ്റേജുകളുണ്ടായിരുന്നു. വന്നാലും പോയാലും ഈ വോട്ടുകൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയി. ഇപ്പോഴതല്ല. ആ വോട്ട് സമാഹരിക്കാനും അത് വിജയത്തിലേക്ക് എത്തിക്കാനുമുള്ള ഒരു സ്ട്രെങ്ത് ഇപ്പം BJPക്കുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ മതനിരപേക്ഷ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുകൊണ്ടും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇടതുപക്ഷം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു തരത്തിലുള്ള കോംപ്രമൈസും വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറി അവരായിരിക്കില്ല. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഭരണം കൊണ്ടു നടക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലയ്ക്ക് കൊണ്ടു നടക്കാമെന്നുള്ളതല്ലാതെ അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ പോളിറ്റിക്സ് ഇല്ലാണ്ടായിപ്പോൾ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ ഡിബേറ്റിൽ വരുന്ന ഒരു പ്രധാന പോയിൻ്റാണ് CPMഉം BJPയും തമ്മിൽ ഒരു അന്തർധാര, ഒരു ഡീല് ഉണ്ടെന്ന് പറയുന്നത്. അതായത് പരസ്പരം സഹായിക്കുന്ന ഒരു ഡീലുണ്ടെന്ന് പറഞ്ഞു. അതുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ എന്തായാലും ഇപ്പോൾ CPMൻ്റെ അണികളുടെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായതാണ്. ഇപ്പോഴത്തെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കൊല്ലം മുതലായുള്ള സ്ഥലങ്ങൾ, കൊല്ലം മുതൽ കോഴിക്കോട് വരെയുള്ള സ്ഥലങ്ങളിൽ BJP ഉണ്ടാക്കിയ നേട്ടം കാണുമ്പോഴത്തേക്ക് CPMൻ്റെ വോട്ടുകൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നില്ലേ? അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ CPMൻ്റെ അടിത്തറ ആയിരുന്ന പിന്നോക്ക ഹൈന്ദവ വിഭാഗങ്ങൾ ഇപ്പോൾ ഇതിനകത്തൊരു കൃത്യമായൊരു സെനാറിയോ എന്താണെന്ന് വെച്ചാൽ, ഈ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന മോഡി സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, 2015 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ ഒരു വലിയൊരു വിഭാഗം ഹിന്ദുക്കളെ ഒരു ഇനാക്റ്റീവായിട്ടെങ്കിലും അതിലേക്ക് ആകർഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ആകർഷിച്ചില്ലെങ്കിലും അത് സംഗതി കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഈ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇത്ര നാളും CPMന് പിന്തുണ നൽകിയിരുന്ന ഈഴവ സമുദായം, പട്ടികജാതി പട്ടികവർഗ സമുദായം, നമ്മൾ അടിസ്ഥാന വർഗ്ഗങ്ങൾ എന്നൊക്കെ പറയുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടുന്ന സമുദായങ്ങൾ, അവരെല്ലാം പതിയെ ഒരു ഹിന്ദുത്വ ചായ്വിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ CPMന് ഇനി വോട്ട് ചെയ്യാൻ അവർക്കെന്തോ ഒരു പുതിയ തലമുറയ്ക്കൊരു മടി പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഒപ്പം പഠിച്ച പല ആളുകളുടെയും അനന്തരഗാമികൾ അല്ലെങ്കിൽ അവരുടെയൊക്കെ വീട്ടിലെ സഹോദരന്മാരും അവരുടെ മക്കളും ഒക്കെ പറയുന്നത് വെച്ചാൽ പൊതുവേ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോട് അവർക്ക് താല്പര്യമില്ല. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് താല്പര്യം കുറഞ്ഞു വരുന്ന ഒരു സമൂഹം ഈ CPMന് വോട്ട് ചെയ്തിരുന്ന, പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന സമൂഹങ്ങളിൽ ഉണ്ടായി വരുന്നുണ്ട്. അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ടി മൃദുഹിന്ദുത്വം കളിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അവരെ ഒന്ന് പ്രസാദിപ്പിച്ച് നിർത്തുക, അവരെ ഒന്ന് അപ്പീസ് ചെയ്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഈ മൃദു ഹിന്ദുത്വം CPM കളിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ മൃദു ഹിന്ദുത്വം കളിച്ചിട്ടും ഈ പറഞ്ഞ പോലെ ഒറിജിനുള്ളപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിനെ വിശ്വസിക്കാത്ത പോലെ അവർ ഒരിക്കലും ആ മൃദു ഹിന്ദുത്വത്തിൽ വീഴാൻ തയ്യാറായില്ല. രണ്ടാമത്തെ കാര്യം, ഈ BJPയുടെ കടന്നുവരവ് ഞാൻ പണ്ട് മുതലേ പല ആളോടും പറയാറുണ്ടായിരുന്നു, ഈ BJPയുടെ കടന്നുവരവ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ക്ഷീണിപ്പിക്കുക CPMനെ തന്നെയായിരിക്കും. കാരണം എക്കാലവും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വോട്ട് ബാങ്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെയാണ്. ന്യൂനപക്ഷങ്ങൾ എപ്പോഴെങ്കിലും അവരുടെ ലോയൽറ്റി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസിൽ നിന്ന് CPMലേക്ക് മാറ്റുമ്പോൾ മാത്രമേ UDFും കോൺഗ്രസും ഇലക്ഷനിൽ പരാജയപ്പെടാറുള്ളൂ. അല്ലാതെ ഒരിക്കലും അവർ പരാജയപ്പെടാറില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം CPMലേക്ക് പോയതുകൊണ്ടും പിന്നെ മുസ്ലിം സംഘടനകളുടെ ഈ ചുവടുമാറ്റം കൊണ്ടും LDFന് വലിയ ഗുണമുണ്ടായി. കാരണം മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും LDFന് കിട്ടി. പക്ഷേ ഇത്തവണ നോക്കൂ, 2025 ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ബ്ലോക്കായിട്ട് തന്നെയാണ് പലയിടത്തും UDFന് ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കൊച്ചിൻ കോർപ്പറേഷനിലെ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം തന്നെ അതാണ്. ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ള വാർഡുകളിൽ കൃത്യമായി UDF വിജയിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ സഹപാഠി കൂടിയായ ഒരാൾ ജയിച്ചത്
ഏതാണ്ട് 340 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ്സിലെ ഒരു നേതാവ്, മുൻ കൗൺസിലർ ഇത് വിമതയായിട്ട് മത്സരിച്ചിരുന്നു. BJP അവിടെ മത്സരിക്കുന്ന BJP-കാരത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ 2ാം സ്ഥാനത്ത് വന്നയാളാണ്. എന്നിട്ടും അയാൾ 340 വോട്ടിന് ആ എളംകുളം ഉൾപ്പെടുന്ന ഡിവിഷനിൽ ജയിച്ചു. കാരണം വെച്ചാൽ ഈ ക്രൈസ്തവ വോട്ടുകൾ ഒന്നുപോലും മിസ്സാകാതെ UDF സ്ഥാനാർത്ഥിക്ക് ചെയ്തു. അത് അദ്ദേഹം UDF-ൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി കൂടിയാണ് PD മാർട്ടിൻ എന്ന് പറഞ്ഞ ആൾ, എൻ്റെ സഹപാഠി കൂടിയാണ്. അദ്ദേഹം ജയിച്ചതെന്ന് പറഞ്ഞാൽ 340 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ഇത്രയോ ക്രൈസിസാമാണ് ആ ഡിവിഷനിൽ ഉണ്ടായിട്ട് പോലും. അപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ UDF-ന് വൻതോതിൽ വോട്ടുകൾ കിട്ടി. കൊച്ചി കോർപ്പറേഷൻ ഞാൻ വിസിബിളായിട്ട് കണ്ടതാണ്. അതുപോലെ തന്നെ കളമശ്ശേരി, ആലുവ മുനിസിപ്പാലിറ്റികളിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള, മുസ്ലിം വിഭാഗം കൂടുതൽ, അവിടെയെല്ലാം UDF-ന് വലിയ തോതിലുള്ള ഭൂരിപക്ഷം തന്നെ, ഓരോ ഡിവിഷനിലും ഭൂരിപക്ഷം തന്നെ വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ ഒരു കാര്യം, ഈ മൈനോറിറ്റി വോട്ടുകൾ UDF-ലേക്ക് തിരിച്ചു വന്നു. അതിനുള്ള പ്രധാന കാരണങ്ങൾ, ഒന്ന് ഈ വെള്ളാപ്പള്ളി പോലുള്ള ആളുകളുടെ അനാവശ്യമായ ഈ എന്താ പറയുക ഹേറ്റഡ് സ്പീച്ചുകൾ, അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ, മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ, അവയൊക്കെ CPM എൻകറേജ് ചെയ്യുന്നുള്ള തോന്നൽ പൊതുവേ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായത്, അല്ലെങ്കിൽ ക്രൈസ്തവർക്കിടയിൽ, ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് CPM-നെ തള്ളിവിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനകത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഇന്നത്തെ പോക്കിൽ അതിനൊരു തിരിച്ച് അല്ലെങ്കിൽ ഒരു റീതിങ്കിങ് അനിവാര്യമാണെന്ന് തോന്നുന്നുണ്ട്. സിധു നേരത്തെ ചോദിച്ച ഒരു കാര്യം, അതായത് ഈ ഇലക്ഷൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ്, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലെഫ്റ്റിനുള്ളത്, അത് BJP CPM ഡീൽ എന്നുള്ളത് ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കാണ്. കാരണം CPM-ന് വോട്ട് ചേരുന്ന ആൾക്കാർ ചിലപ്പം BJP-ക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതല്ലാതെ ഒരു ഡീൽ എന്നുള്ളത് ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പില്ല. അങ്ങനെ ഒരു ഡീൽ ഇല്ല. കേരളത്തിലെ RSS-ൻ്റെയും BJP-യുടെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും ഏറ്റവും ശക്തരായ എതിരാളികൾ കേരളത്തിൽ നിന്നുള്ള നിലപാടുകൾ കൊണ്ട് LDF തന്നെയാണ് ഈ പെർസെപ്ഷൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ PM ശ്രീയുടെ പുറത്തുണ്ടാക്കിയ ഒരു പെർസെപ്ഷൻ, അത് വളരെ വേഗം മുമ്പോട്ട് പോകുമെന്ന് മനസ്സിലാക്കാൻ LDF-ന് കഴിഞ്ഞില്ല. അത് ഇതൊക്കെ ഇപ്പം ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം PM ശ്രീയുടെ കാര്യത്തിലല്ല, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള പാലമായിട്ട് എല്ലാ MP-മാരും പ്രവർത്തിക്കണം. പക്ഷേ അത് PM ശ്രീയിൽ പ്രവർത്തിച്ച മുന്നെയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് എത്ര എളുപ്പത്തിലാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത്. സ്വരാജ് തോറ്റപ്പം ഇടത് ഹിന്ദുത്വയുടെ പരാജയം എന്ന് പറയാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇത് ഇങ്ങനെ വലിയൊരു മെഷീനറി, ഇടതുപക്ഷത്തിൻ്റെ ഏത് നിലപാടുകളെയും, ഞാൻ പറയുന്നത് അതിൻ്റെ അകത്തുള്ള ഈ PM ശ്രീയിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നയപരമായ ഒരു തീരുമാനം, ഒരു സർക്കാർ തീരുമാനമായിരുന്നു. അപ്പോൾ സർക്കാരിന് മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കാമെന്ന മട്ടിലേക്ക് വന്നു എന്നുള്ളത് CPM ചെയ്ത തെറ്റാണ്. അത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതൊക്കെ അതിൻ്റെ 10 മടങ്ങ് ഇമ്പാക്റ്റോടുകൂടി മനുഷ്യരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം കേരളത്തിലെ വർഗീയ ശക്തികൾക്കുണ്ട്. അത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ LDF പരാജയപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ വളരെ കാലമായി വിശ്വസിക്കുകയും എഴുതിക്കൊണ്ടിരിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തൊരു കാര്യമുണ്ട്. ജാതിമത ശക്തികളെ ഒന്നും ചെയ്യാൻ LDF-ന് പറ്റില്ല. നിങ്ങൾ പറഞ്ഞ ഈഴവനെ മെച്ചപ്പെട്ട മനുഷ്യനാക്കാമെന്നുള്ളത് അയാളെ നായരാക്കാൻ LDF-ന് പറ്റില്ല. നായരെ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് നമ്പൂതിരിയാകണമെങ്കിൽ LDF-നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഏറ്റവും അവസാനം വീട്ടിൽ ആരും നോക്കാനില്ലാതെ കിടക്കുന്ന മനുഷ്യനെ പോയി ഒരു സർക്കാർ പദ്ധതി കൊണ്ട് എഴുന്നേൽപ്പിച്ച് അവൻ അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റും എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാൻ LDF-ന് പറ്റും. അതേ പറ്റൂ. ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ മനുഷ്യർക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്കൊന്ന് വോട്ടിംഗ് ശതമാനത്തിൽ ഭീകരമായൊരു കുറവുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ നിങ്ങൾ ചെയ്തു. ഇത് നിങ്ങൾ കൊണ്ടു നടന്ന മതനിരപേക്ഷ ജനാധിപത്യ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഭരണം കൊണ്ട് നിങ്ങളിതൊക്കെ ചെയ്തു. പക്ഷേ ആ പൊളിറ്റിക്സ് അവിടെ തന്നെ ഉണ്ടാകുക, അതിലൊരു കോംപ്രമൈസും വരുത്തുക. അത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി ഞങ്ങളതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുത്തരുത് എന്ന് കേരളത്തിലെ ഇടതുപക്ഷക്കാർ കൂടി ഈ CPM-ൻ്റെയും LDF-ൻ്റെയും നേതൃത്വത്തോട് പറയുന്നതായിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഒരു പെർസെപ്ഷൻ ബാറ്റിൽ, അതായത് കേരളം ഇവിടെ കഴിഞ്ഞ 200 വർഷം കൊണ്ടുണ്ടാക്കിയ ചരിത്രപരമായ നേട്ടങ്ങളെ മുഴുവൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കൊണ്ട് ഇല്ലാണ്ടാക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചും എത്രയോ കാലമായി ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടിയതാണെന്ന്, ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നെന്നും ഇതിങ്ങനെയൊക്കെ തന്നെ ലോകാവസാനം വരെ പോകുമെന്നുള്ള തോന്നലുള്ള ധാരാളം മനുഷ്യരുണ്ട്. അവരോട് ചരിത്രത്തെക്കുറിച്ചും പറഞ്ഞു പഠിപ്പിക്കുക, എന്നിട്ട് എന്തായിരിക്കും വരാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭരണം മാത്രമല്ല പ്രശ്നം, ഇതിൻ്റെ പിറകിൽ ഭരണത്തെ കൊണ്ടു നടക്കുന്ന, രാജാവിനെ കൊണ്ടു നടക്കുന്ന, അതിനുശേഷം വന്ന ജനകീയ സർക്കാരുകളെ കൊണ്ടു നടക്കുന്ന പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ്
ഏത് തരത്തിലുള്ളതായിരിക്കണം, ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കറയില്ലാതെ പറയുക എന്നുള്ളതിൽ ആ ഇടതുപക്ഷത്തിന് മാർഗമില്ല. കോൺഗ്രസ്സിന് ലീവയുണ്ട്. ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് സമുദായങ്ങളുടെ വോട്ടുണ്ടെന്ന് കോൺഗ്രസ്സിന് പറയാൻ ലിബർട്ടി ഉണ്ട്. ഇടതുപക്ഷത്തിന് ആ ലിബർട്ടി ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അത് ദാറ്റ് ഹാസ് ടു ബി ലെഫ്റ്റ് സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് പോളിറ്റിക്സ്. വേറെ ഓപ്ഷൻസ് ഇല്ല. നമ്മൾ ഈ ഒരു ഡിസ്കഷൻ്റെ ഒരു അവസാന സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യം, ഈ ട്രെൻഡ് 2026 മെയ്യിൽ തുടരുമോ എന്നുള്ളതാണ്. അതായത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അല്ല, രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നത്. ഈ ഒരു ട്രെൻഡ് തുടർന്നു പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് കേരളത്തിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2026 മെയ് മാസം വരെ ഈ ട്രെൻഡ് തുടരാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കാരണം ഈ ഒരു പരാജയം പിണറായി വിജയനെയും CPM ദുർബലമാക്കും. 2010 ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായപ്പോൾ VS അച്യുതാനന്ദൻ ചില നീക്കങ്ങൾ നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു സീറ്റിൽ ആണ് ഭരണം നഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നത്. പക്ഷേ അത്തരത്തിലൊരു നീക്കം നടത്താൻ ഒരു പക്ഷേ പിണറായി വിജയനും CPM കഴിയുന്ന ഒരു അവസ്ഥയല്ല ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മറ്റ് അത്ഭുതങ്ങളെങ്കിലും ഞാൻ പിണറായി വിജയൻ്റെ ആ ഒരു തിരിച്ചു വരാനുള്ള പവറിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. പാർട്ടിയുടെ അല്ല, പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയുടെ തിരിച്ചു വരാനുള്ള അഭൂതപൂർവമായ കഴിവിനെ ഞാൻ ഇടിച്ചു കാഴ്ച കാണുന്നില്ല. പക്ഷേ ആ കഴിവ് അദ്ദേഹം പ്രയോഗിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ കഴിവ് അദ്ദേഹത്തിന് പ്രയോഗിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് കാര്യങ്ങളെങ്കിൽ ഇനി ഇടതുമുന്നണി ഭരണം കേരളത്തിൽ തിരിച്ചു വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 2026 ശേഷം LDF സർക്കാർ കേരളത്തിൽ ഉണ്ടാകില്ല, അത്ഭുതങ്ങൾ സംഭവിക്കാത്ത വർഷം ഉണ്ടാകില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്ത് പറയണു ജേക്കബ്? ഈ ഡൈനാമിക്സ് രണ്ടുമുണ്ട്. ശ്രീകുമാർ പറഞ്ഞതുപോലെ LDF എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുന്നുള്ളത്. 2019 തെരഞ്ഞെടുപ്പിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM വലിയൊരു എക്സർസൈസ് നടത്തിയിരുന്നു. മനുഷ്യരുടെ വീട്ടിൽ ചെന്നിട്ട് അവരോട് ചോദിക്കുക, ഞങ്ങൾക്ക് എവിടെയാണ് പാളിപ്പോയത് എന്നുള്ളത്. ഒരു വിനയം, നിങ്ങളാണ് അൾട്ടിമേറ്റ് ആർബിട്രേഴ്സ് എന്ന് പറയുന്ന ഒരു വിനയം കാണിക്കാൻ വേണ്ടി പറ്റുക. അത് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഞാൻ പറയുന്നത് സത്യത്തിൽ ഞാൻ 2026 ഇലക്ഷനിൽ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് എന്നെ സത്യത്തിൽ ബോധർ ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ടാണ് നിരന്തരം ഇതിനെക്കുറിച്ച് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ചരിത്രബോധമില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുന്ന അവരുടെ ഒരു കൂടാരമായിട്ട് കേരളം മാറുന്നത് അടിസ്ഥാനപരമായിട്ട് ഇടത് രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തും. 2026 ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്കാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ 2026 തെരഞ്ഞെടുപ്പിൽ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഡൈനാമിക്സ് അവരെങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നു, കോൺഗ്രസ്സിൽ ഇതുണ്ടാക്കാൻ വേണ്ടി പോകുന്ന പ്രശ്നങ്ങൾ എവിടെ വരെ പോകും നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ഒരു സംവാദത്തിന് വിളിച്ചു കഴിഞ്ഞപ്പോൾ 2 പേർ ഓൾറെഡി കൈപൊക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്ര പേര് കൈപൊക്കുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ കോൺഗ്രസ് ഇതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് എന്താണ്, അത് തെരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളത് വളരെ കൂടുതൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 2026 തെരഞ്ഞെടുപ്പിനെ അസസ് ചെയ്യാൻ പറ്റും, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ കാണുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം ചരിത്രബോധമില്ലാത്ത മനുഷ്യരുടെ ഒരു കൂട്ടിലേക്ക് പോകുന്നു എന്നുള്ളത് ഇടതുപക്ഷം എത്രയും പെട്ടെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞിട്ട് ആ പൊളിറ്റിക്സിനെ കുറിച്ച് മനുഷ്യരോട് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളത് വളരെ, ഭരണം എന്നുള്ളത് ബി ഓൾ ആൻഡ് എൻഡ് ഓൾ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് CPM-ൻ്റെ നേതൃത്വത്തിലും LDF-ൻ്റെ നേതൃത്വത്തിലും ഉണ്ട്. അതല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചാൻസാണ് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഇത് അവസാനിപ്പിച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ CPM-നും ഇടതുമുന്നണിക്കും കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലൊരു തിരിച്ചടി നേരിട്ടു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, ഇത് ഏതെടുത്ത് കഴിഞ്ഞിരുന്നാലും വളരെ വലിയ വിജയമാണ് UDF മുന്നണിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP ചിലയിടങ്ങളിൽ നടത്തിയിട്ടുള്ള ഇൻറോഡ്സ് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇടതു രാഷ്ട്രീയം കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇടത് രാഷ്ട്രീയം വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്ത് തരത്തിലുള്ളൊരു ആൾട്ടർനേറ്റീവാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി ഇല്ലായ്മ ഒരുപക്ഷേ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ നേരിടുന്ന ഒരു വലിയ വിഷയമാണ്. ഇപ്പം നമ്മളെപ്പോഴും പറയും, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും വലിയ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാധനമായിരുന്നു ന്യൂയോർക്കിലെ മേയർ തിരഞ്ഞെടുപ്പ്. ന്യൂയോർക്കിലെ മേയർ തിരഞ്ഞെടുപ്പിൽ മംദാനി വിജയിക്കുന്നു എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായ നിലപാടുകളായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സാധാരണ നേതൃത്വം ചെയ്തിരുന്നതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചത് അദ്ദേഹം മറ്റേ ട്രംപ് പറഞ്ഞ പോലെ അയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അയാൾ റാഡിക്കൽ സോഷ്യലിസ്റ്റാണ്. ഇതെല്ലാം പറയുമ്പം മംദാനി പറഞ്ഞു, അതെ ഞാനതാണ്, ഞാൻ മൈഗ്രൻറ്റിന് വേണ്ടി നിൽക്കുന്ന ആളാണ്, ഞാൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ് എന്ന് പറയുന്ന നിലയിലുള്ള മംദാനിക്കെതിരെ ഉപയോഗിച്ചിരുന്ന ഒരു രാഷ്ട്രീയത്തിനെ മുഴുവൻ അദ്ദേഹത്തിന് അനുകൂലമായി മാറ്റുന്നു എന്ന് പറയുന്ന ഒരു നിലയിലാണ്. അതായത് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ കൃത്യമായി മുന്നോട്ട് വെച്ച് ആയിരുന്നു അവർ പോയിരുന്നത്.
ഇവിടെ അതല്ല, ഭരണത്തിന് വേണ്ടി നിങ്ങൾ PM ശ്രീ നടത്തും, അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ അത് നടത്തും. എന്ത് കാര്യത്തിലും നിങ്ങൾ ഭരണം മാത്രമാണ് നമ്മുടെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ സർവവും ഭരണമയം എന്ന് പറഞ്ഞ ഒരു നിലയിലുള്ള ഒരു രാഷ്ട്രീയത്തിനെ എങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയമെന്ന് വിളിക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത്.